എൻ്റെ കുഞ്ഞെ, നിന്റെ ഹൃദയത്തിനുള്ളിൽ എന്നോടൊപ്പം എൻ്റെ മകൻ്റെ അടുത്തേക്ക് നീ വരിക. അവിടെ നിന്റെ ആകുലതകളെല്ലാം അവന് കൊടുക്കുക. അപ്പോൾ അവൻ നിനക്ക് കൃപ നൽകുകയും നിന്റെ ഹൃദയം ആനന്ദത്താൽ കുതിച്ചുയരാൻ ഇടവരുത്തുകയും ചെയ്യും. എൻ്റെ ചെറിയ കുഞ്ഞെ, ആത്മാവിൽ ദുഃഖവുമായി പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നീ ദൈവത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീ കുർബാനയ്ക്ക് വരുമ്പോൾ ചുറ്റുമുള്ള എല്ലാറ്റിൻ്റെയും നേരെ അയക്കുന്ന ഓരോ കൊച്ചു നോട്ടവും എനിക്ക് തരിക. അപ്പോൾ ദൈവത്തിന് നിന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. മനോഹരമായ ഈ ദിവസത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ ലോകം മുഴുവനെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുപാലിക്കാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്ന ഭയമല്ലേ അമ്മേ, നീ എന്ന ഭയമല്ലേ. ഏറ്റവും പ്രിയമുള്ളവരെ, അവർ ലേഡി ഓഫ് ബസവനഗറിൻ്റെ പ്രാർത്ഥന ഇതോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്നത്തെ അവസാന ദിവസമാണ് സെൻറ്റ് മേരീസ് ചർച്ച് ബസവനഗർ കഗദാസപുരയിലെ എൻ്റെ വികാരി ജോലി. നാളെ മുതൽ ഞാൻ ക്രൈസ്റ്റ് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയുടെ പ്രിൻസിപ്പളായിട്ട് അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ ഈ ഇടവകയുടെ ചാർജ് പുതിയ വികാരിച്ചൻ പോൾ മാഞ്ഞുരാൻ അച്ഛന് ഇന്ന് ഞാൻ കൈമാറുകയാണ്. പ്രത്യേകമായിട്ടും ഈ പ്രാർത്ഥന ശനിയാഴ്ചകളിൽ ഞാൻ തുടങ്ങിയിട്ട് 70 ആഴ്ചകൾ പിന്നീടാണ്. അതിനൊരു കാരണമുണ്ട്. ഇത് മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ ഇടയന്തിരത്ത് പിതാവ് അനുവാദം തന്നിരുന്നതാണ്. അത് പ്രകാരം നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പിന്നീട് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു, പിതാവ് പറഞ്ഞതുകൊണ്ട്. പക്ഷെ അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങി. 70 ആഴ്ചകൾ പിന്നിട്ടു. ഇവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ഈ പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷെങ്കിലും രാവിലെയും വൈകുന്നേരമുള്ള എൻ്റെ കോവിഡ് കാലത്ത് തുടങ്ങിയ പ്രാർത്ഥനകൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ.